കർക്കിടക മാസത്തിന് മുന്നോടിയായിട്ടുണ്ടല്ലോ ഈ ഒരു മുരിങ്ങയിലയുടെ സൂപ്പ് ഇതുപോലെ കഴിക്കുവാണെങ്കിൽ ഇത് ആയുർവേദ വിധിപ്രകാരമുള്ള സൂപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. സന്ധിവാതം, നീർക്കെട്ടും, ശരീരത്തിൽ കൂടെ പനിയും നീർക്കെട്ടും ജലദോഷമൊക്കെ വരുന്ന കുട്ടികൾക്കും ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആട്ടിൻ സൂപ്പ് കഴിക്കുന്ന ഫലം കിട്ടും കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇടിക്കേണ്ട സാധനങ്ങൾ ഇത്രയാണ് കേട്ടോ വേണ്ടത്. നമുക്കൊരു 6 വെളുത്തുള്ളി എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കുഞ്ഞു ജീരകം, പിന്നെ കുറച്ച് ചുക്ക്, അതുപോലെ കുരുമുളക്, പിന്നെ പച്ചമല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി ഒരു 5 6 ചുവന്നുള്ളിയും കൂടി എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് തുളസിയുടെ ഇലയും നമ്മുടെ മുരിങ്ങയുടെ ഇലയും. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്. ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഒരു 6 ചുവന്നുള്ളിയും ഒരു 6 വെളുത്തുള്ളി എടുക്കുക. 4 ഗ്ലാസ് വെള്ളത്തിനാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് നമുക്കിതുപോലെ നിങ്ങൾ മൺചട്ടിയിലേക്കോ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അലൂമിനിയത്തിൽ എടുക്കരുത്. എന്നിട്ട് നമുക്കിതുപോലെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരു 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ നെയ്യ് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആയുർവേദ വിധിപ്രകാരമുള്ള കഷായമാണ്. അതിൻ്റെ അതേ രീതിയിൽ തന്നെയായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറിയ കുഞ്ഞ് ജീരകം അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ശരിക്കും ശരീരത്തിൽ നീർക്കെട്ട് ഇളകാനൊക്കെ ആയിട്ട്, നീർക്കെട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ആ നെയ്യിൽ തന്നെ ഇതുപോലെ ഇട്ടങ്ങോട്ട് ആ ചുമക്കനെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വെളുത്തുള്ളിയൊക്കെ വരുന്ന രീതിയിൽ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വയന്ന് വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് സ്പീഡ് കൂടുതലാണ്, പെട്ടെന്ന് പറഞ്ഞു വിടണേ കേട്ടോ. അപ്പം വയന്ന് വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇലയില്ലേ, മുരിങ്ങയുടെ തണ്ട്, ഈ കാണുന്ന കോലൊക്കെ ഇല്ല, കോലൊക്കെ അങ്ങോട്ട് കിള്ളി കളഞ്ഞിട്ട് ഇല മാത്രം ഇതുപോലെ ഒരു പിടുത്തം എടുക്കുക. തുളസിയുടെ ഇല എടുക്കുക, ഒരു 2 3 തണ്ട് തുളസിയുടെ ഇല കേട്ടോ. തുളസിയുടെ തണ്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മുരിങ്ങയുടെ ഇലയുടെ തണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷായത്തിന് ഒരു കയ്പ്പ് വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതായത് ഇതുപോലെ 2 കൂടി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കഷായം എന്ന് പറയാൻ പറ്റും, നമുക്ക് സൂപ്പ് എന്നും പറയാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണിത്. മട്ടൻ സൂപ്പിനൊക്കെ ഗുണം ചെയ്യുന്നൊരു സൂപ്പാണ് കേട്ടോ. ആടിൻ്റെയൊക്കെ സൂപ്പ് നമ്മൾ കഴിക്കത്തില്ലേ, അതിൻ്റെ അതേ ഗുണം ചെയ്യുന്നൊരു സൂപ്പാണേ. അപ്പോൾ ഇത് ഇങ്ങനെ ആ നെയ്യിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കുക. വയന്ന് വന്നെങ്കിൽ നല്ലൊരു മണമാണ് കേട്ടോ, നെയ്യിൽ തന്നെ ഇട്ട് വയറ്റിക്കുന്നത് കൊണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങളെടുക്കുന്ന വെള്ളം, നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ 1/2 ഗ്ലാസ് കൊടുത്താൽ മതി. വലിയവർക്കാണെങ്കിൽ 1 ഗ്ലാസ് വീതം കഴിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ 3 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഒഴിക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1/2 ഗ്ലാസ് വരുന്ന രീതിയിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം വരുന്ന രീതിയിൽ എക്സ്ട്രാ വെള്ളം എടുത്ത് ഒഴിക്കണം. കാരണം ഒരു 10 മിനിറ്റ് നേരം ഈ ഒരു സൂപ്പ് നന്നായിട്ട് ഇങ്ങനെ കിടന്ന് വെട്ടി തിളച്ച് വരുമ്പം എങ്ങനെ നോക്കിയാലും 1/2 ഗ്ലാസോളം വറ്റി വരും, കുറുകി വന്നോല്ലോ. അപ്പം 10 മിനിറ്റ് നേരം നിങ്ങൾ തിളപ്പിക്കട്ടെ. അപ്പോൾ അതിനുള്ള രീതി ഞാൻ ഒരു 3 ഗ്ലാസോളം വരുന്ന രീതിയിൽ വെള്ളം 1/2 ഗ്ലാസ് എക്സ്ട്രാ ഇട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇന്ദുപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇന്ദുപ്പ് ഉള്ളവർക്ക് ഇന്ദുപ്പ് ഇട്ട് കൊടുക്കാം. ശരീരത്തിലെ നീർക്കെട്ട്, നീരും വേദനയൊക്കെ മാറാൻ, സന്ധിവേദന, വാദമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നല്ലതായിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതിലേക്ക് സാധാ ഉപ്പിട്ടോ. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നേരം തീ ഒരുപാട് ഫസ്റ്റിൽ തന്നെ ഒന്ന് തിളയ്ക്കാവുന്ന രീതിയിലൊന്ന് തീ കൂട്ടിയിട്ടിട്ട് പിന്നെ തീ സിമ്മിലിട്ട് കൊള്ളണം കേട്ടോ. പിന്നെ ഇങ്ങനെ കൂട്ടി ഇടരുത്. നമുക്ക് അത് കറക്റ്റ് വെന്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് തിളപ്പിക്കരുത്, തുറന്ന് വെച്ചിട്ട് വേണം ഇതാക്കാനായിട്ട്. ഞാനൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പം തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച്, എന്നിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ടാട്ടോ ബാക്കി ഒരു 15 മിനിറ്റ് നേരം തിളപ്പിച്ച്. എന്നിട്ടുണ്ടല്ലോ തിളച്ച് വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് നമുക്ക് ആ ഇലകളില്ലേ, നമ്മൾ ആ വെന്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഇലകൾ, കുരുമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളിയുടെ ഒക്കെ അത് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അരിച്ച് കോരി എടുത്തിട്ട് ഇല അരച്ചിട്ട് നമ്മൾ ആ സൂപ്പിലേക്ക് ഇതുപോലെ എടുത്ത് ഒഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അപ്പോൾ അതായത് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട്, ചൂടിനോടെ തന്നെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീ ഒന്നും കൂടെ കത്തിച്ചിട്ട് ചെറു ചൂടനെ കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളവിടെ എടുത്ത് ചേർക്കുന്ന നമ്മുടെ ചുക്കും കുരുമുളകും ഇല്ലേ, അത് നമുക്ക് ഇതുപോലെ പൊടിച്ചിട്ട് ഒരു 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ ചുക്കും കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് 5 മിനിറ്റ് നേരം കൂടെ ചൂടാക്കണം കേട്ടോ. ഇല അരച്ചൊഴിച്ചിട്ട്, അപ്പോഴാണ് ആ ഇലയുടെ സത്തും എല്ലാം നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് നമുക്കിത് നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള അതിൻ്റെ ചൂടിന് ഒരു എന്തോരാണ് നിങ്ങൾക്ക് ചൂടിനെ കഴിക്കാൻ പറ്റുന്നോ ആ ഒരു ചൂടിനെ കഴിക്കാം. കുട്ടികൾക്ക് 1/2 ഗ്ലാസ് കൊടുത്താൽ മതി, വലിയവർക്ക് 1 ഗ്ലാസ് എടുത്ത് കഴിക്കാം. നെയ്യിൽ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി നമ്മളിങ്ങനെ അടിച്ചെടുത്തത് കൊണ്ട് കഴിക്കാൻ പ്രത്യേക രുചിയാണ്. നല്ല മട്ടൻ സൂപ്പ് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിട്ടുള്ള സൂപ്പാണ് കേട്ടോ ഇത്. അപ്പം ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ബ്ലഡ് കട്ടുപിടിക്കാതിരിക്കാൻ
ബ്ലഡ് കട്ട പിടിക്കാൻ ഗുളിക കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഹാർട്ട് സംബന്ധമായിട്ടില്ല, അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ 3 പാർട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് കഴിച്ചോട്ടോ. കണ്ണിന് പവർ കുറവുള്ള ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോ, നല്ല രീതിയിൽ കണ്ണിന് പവർ ഉണ്ടാവും. നല്ലതാണ്. കർക്കിടക മാസത്തിന് മുന്നോടിയായിട്ട് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി, നീർക്കെട്ടും ചതവും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കോളും. കർക്കിടകത്തിന് മുന്നേ ആഴ്ചയിൽ 3-4 ദിവസം കഴിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.